വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും മാരകമായ ആക്രമണം. തുടക്കം മുതൽ തന്നെ അഭയാർത്ഥികളെ മറയാക്കി ഹമാസുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത്തരം സ്ഥലങ്ങൾ തിരഞ്ഞുപിടിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തുന്നുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഗസയിൽ അഭയാർത്ഥികളായ പലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽമവാസിയിലെ തമ്പുകളിൽ ബോംബുകൾ വർഷിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. 45 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 60-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മണൽ കൂമ്പാരങ്ങൾക്കിടയിലായ 15 പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. സുരക്ഷിത മേഖലയായി ഇസ്രയേൽ സേന നിശ്ചയിച്ചിടത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മുന്നറിയിപ്പില്ലാതെ അത്യുഗ്രശേഷിയുള്ള ബോംബുകൾ വർഷിക്കപ്പെട്ടത്. 20-നും 40-നും ഇടയിൽ തമ്പുകളും അവയിൽ താമസിച്ച കുടുംബങ്ങളും തുടച്ചു നിൽക്കപ്പെട്ടു. 30 അടി താഴ്ചയുള്ള 3 കൂറ്റൻ ഗർത്തങ്ങൾ പ്രദേശത്ത് രൂപപ്പെട്ടു. 30 അടി താഴ്ചയുള്ള വൻ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങളില്ലാത്തതിനാൽ കൈകളും ഷവലുകളും ഉപയോഗിച്ചാണ് അകത്തു കുടുങ്ങിയവർക്കായി തിരച്ചിൽ തുടരുന്നത്. ഗസയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം പേർ താമസിക്കുന്ന മേഖലയാണ് തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിനോട് ചേർന്ന തീരമേഖലയിലെ അൽമവാസി. അവശ്യ സേവനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ തമ്പുകളിൽ താമസിക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ ബോംബാക്രമണം ഹമാസ് വ്യോമ വിഭാഗം മേധാവി സാമിർ ഇസ്മയിൽ ഹദർ ഹബൂബയടക്കം പ്രമുഖരെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഖാൻ യൂനീസിലെ ക്യാമ്പുകളിൽ പ്രധാനപ്പെട്ട ഹമാസ് ഭീകരരെ തങ്ങളുടെ വിമാനം ആക്രമിച്ചതായി ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഹമാസ് സാന്നിധ്യം പലസ്തീൻ അധികൃതർ നിഷേധിച്ചു. ആരോപണം ശുദ്ധ നുണയാണെന്ന് ഹമാസ് വ്യക്തമാക്കി. ഗസയിൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസത്തേത് എന്ന് ഗസ സിവിൽ ഡിഫൻസ് പറയുന്നു. അൽമവാസിയിൽ ഇസ്രയേൽ നടത്തിയത് യുദ്ധക്കുറ്റമാണെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. തെക്കൻ ഗസയിലെ നിയുക്ത അൽമവാസി മാനുഷിക രക്ഷാ അഭയാർത്ഥി മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതേസമയം ഗസയിൽ ഒറ്റ രാത്രി ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ കുടുംബങ്ങൾക്ക് അഭയം നൽകിയ 2 വീടുകൾക്കും UN സ്കൂളിനും നാശനഷ്ടം. 19 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 34 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മരിച്ചവരിൽ 6 ജീവനക്കാരുണ്ട് എന്നും UN ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഗസയിലെ യുദ്ധം ഇപ്പോൾ 11ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രയേലും ഹമാസ് തീവ്രവാദി ഗ്രൂപ്പും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ പരസ്പരം അധികവും അസ്വീകാര്യവുമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്നാരോപിച്ച് ആവർത്തിച്ച് സ്തംഭിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണത്തിന്റെ പിന്തുണയോടെ നിരവധി പട്ടണങ്ങളിൽ റെയ്ഡുകൾ ആരംഭിച്ചു. തീവ്രവാദികളെ ലക്ഷ്യമിടുന്നതായി സൈന്യം പറയുന്ന പ്രദേശത്തുടനീളം അടിച്ചമർത്തൽ തുടരുന്നു. എന്നാൽ സമീപ സ്ഥലങ്ങൾ തകർക്കുകയും സാധാരണക്കാരെ കൊല്ലുകയും ചെയ്തു. ഒരു വ്യോമാക്രമണത്തിൽ തങ്ങളുടെ സൈനികരെ ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദികളാണെന്ന് സൈന്യം പറഞ്ഞ 5 പേർ കൊല്ലപ്പെട്ടു. കാറിന് നേരെയുണ്ടായ രണ്ടാമത്തെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു.